ഈ വർഷം ഓണം എക്സാം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അല്ലേ മക്കളെ? അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഉഴപ്പി തന്നെ ആയിരിക്കും എൻ്റെ കുട്ടികൾ എല്ലാവരും ഇതുവരെ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇടുത്തി പോലെയാണ് ഈ വർഷം ഓണം എക്സാം എന്തായാലും നടക്കും. അതും ഓഗസ്റ്റ് 20-ാം തീയതിയാണ് എക്സാം നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഡേറ്റ് വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കുട്ടികൾ എല്ലാവരും നല്ല ടെൻഷനിലായിരിക്കും. ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഓണം എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് വാങ്ങിയെടുക്കുക എന്ന് തന്നെയായിരിക്കും അല്ലേ? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരും യെസ് മിസ് ഇപ്രാവശ്യം എനിക്ക് ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ള ആ ഒരു ഫയർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കാണിക്കാം. സോ എൻ്റെ കുട്ടികളെ ഒരിക്കലും കൈവിടാൻ വേണ്ടി എക്സാമിനർ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പം തൊട്ട് നമ്മൾ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മിസ് തരാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്കറിയാം ഓഗസ്റ്റ് 20-നാണ് നമ്മുടെ ഫസ്റ്റ് ടേം അഥവാ ഓണം എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ? നമുക്ക് എന്തോരം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് നമ്മളുടെ എയിം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഫുൾ മാർക്ക് തന്നെയാണ് അല്ലേ? എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ എയിം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഫുൾ മാർക്സിന് വേണ്ടിയിട്ടാണ്. സോ അതിന് നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ദാറ്റ് ഈസ് 30 ചാപ്റ്റേഴ്സാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതായത് എല്ലാ വിഷയങ്ങളും നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഓണം എക്സാമിന് നമുക്ക് 30 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിന് നമ്മുടെ മുമ്പിൽ ഓഗസ്റ്റ് 20-ലേക്ക് 42 ഡേയ്സാണ് മുമ്പിലുള്ളത്. 42 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ 30 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ അത് ബേസിക് സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ് നോക്കുകയാണെങ്കിൽ 12 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഓണം എക്സാമിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇതിൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സൃഷ്ടി ബാച്ചിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ബേസിക് സയൻസിലൊക്കെ നമ്മൾ പോർഷൻസ് തീർന്നു ഇപ്പം തന്നെ. പക്ഷേ അല്ലേ, അത് കഴിഞ്ഞ് റിവിഷൻ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന അത്രയും എത്തിയിട്ടുണ്ട് ബാച്ചിലൊക്കെ. അപ്പോൾ എൻ്റെ കുട്ടികൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇനി ഈ 42 ദിവസം എൻ്റെ മുമ്പിലുണ്ട്. അത് നന്നായിട്ട് എനിക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാണോ എന്നുള്ളത് സ്വയം ചോദിക്കുക. എന്നിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കാണും. സോ ഇത്രയും ചാപ്റ്റേഴ്സ് 42 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം? നിങ്ങൾക്കറിയാം ഓഗസ്റ്റ് 20-ന് എക്സാം സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഉറപ്പായിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ? എങ്കിലാണ് നമുക്ക് റിവിഷനുള്ള സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഓഗസ്റ്റ് സെക്കൻഡ് വീക്ക് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിനുശേഷം ഓഗസ്റ്റ് 20-ന് നമ്മുടെ ഓണം എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. സോ ഉറപ്പായിട്ടും അടുപ്പിച്ച് നമുക്ക് എക്സാമുകൾ വരുന്നത് കൊണ്ട് അതിന് മുമ്പേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പണി പാടും. ഈ ഫുൾ മാർക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഡ്രീമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റി വെക്കേണ്ടി വരും. സോ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പ്ലാൻ ചെയ്ത് പോകാൻ. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ തയ്യാറാവണം പഠിക്കാൻ വേണ്ടിയിട്ട്. അത് തയ്യാറായിട്ട് നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ്, മെയിൻ ആയിട്ടുള്ള 12 ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫൈനൽ ബാച്ച്, സൃഷ്ടി ബാച്ചിൻ്റെ ഫൈനൽ ബാച്ച് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഈ ഓണം എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെ, നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നമ്മുടെ സൃഷ്ടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഒന്നേ പറയാനുള്ളൂ, എങ്ങനെയാണെങ്കിലും ഇനി നമുക്ക് എക്സ്ക്യൂസുകളില്ല. ഇനി നാളെ പഠിക്കാം, 40 ദിവസം ഉണ്ടല്ലോ, 1 മാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇനി മാറ്റിവെക്കാൻ നമ്മുടെ കയ്യിൽ എക്സ്ക്യൂസുകളില്ല. ഇനിയും നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ എനിക്ക് ഫുൾ മാർക്ക് വേണം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ചു മുമ്പോട്ടേക്ക് പോയി നല്ല മാർക്ക് വാങ്ങിക്കുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിക്കും എന്നുള്ള തീരുമാനം എടുക്കുക. ടൈം ടേബിൾ വെച്ച് ഞാൻ ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുള്ള ഒരു ഒരു നിശ്ചയം നിങ്ങൾ ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റും, ഞാൻ ചെയ്യും അല്ലേ, ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്കറിയാം നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ബാച്ച് ഇപ്പോൾ ഓൾറെഡി
എന്താണ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം ഇവൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയും സമയമുണ്ട്. ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ആൻഡ് ഈ ഒരു ഓണം എക്സാമിന് നമ്മൾ ഒരുമിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ്, ഈ സ്റ്റഡി പ്ലാൻ പോലെ നിങ്ങൾ മുമ്പോട്ട് പോകുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ യെസ് മിസ് ഞങ്ങൾ അല്ലേ അടിപൊളിയായിട്ട് പഠിച്ച് മുമ്പോട്ടേക്ക് പോകും, ഈ ഓണം എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യും എന്നുള്ള ആ ഒരു ഉറപ്പ് നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു കമൻറ്റ് ബോക്സിൽ കാണിക്കുക. ആൻഡ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അടിപൊളിയായിട്ട് പഠിക്കാം. ഓണം എക്സാം നമുക്ക് തകർത്ത് വരാം. ഓക്കെ, താങ്ക് യു.